ഗവർണർ സർക്കാർ പോരിനിടെ റിപ്പബ്ലിക് ദിന പരിപാടിയിലെ വേദിയിൽ പരസ്പരം മിണ്ടാതെ ഗവർണറും മുഖ്യമന്ത്രിയും. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഗവർണർ വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്ന് സൂചിപ്പിച്ച് സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചു. To nurture a healthier democracy that encourages constructive public discourse in a spirit of mutual respect and deeper understanding. Dissent and differences of opinion are essential ingredients of democratic functioning, but dissent degenerating into violence, be it physical or verbal, is a betrayal of democracy and symbol of human failure. ദേശീയഗാനം ചൊല്ലി മടങ്ങുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചതെന്ന് മുഖ്യമന്ത്രി അത് ശ്രദ്ധിച്ചില്ല. ഗവർണർ നടന്നു നീങ്ങിയപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം സൂചിപ്പിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. തിരുവനന്തപുരം സിറ്റി കമാൻഡർ ശ്രീ അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് മടങ്ങി വന്നപ്പോഴും തൊഴുതാണ് ഗവർണർ വന്നതെങ്കിലും ഇരുവരും മുഖം കൊടുത്തില്ല. തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവർണറും ആ ഒരേ വഴിയിൽ തന്നെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ബിനോയ് വിശ്വത്തെ നോക്കി കൂപ്പുകയും അത് മാത്രമല്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കി കൂപ്പുകയും ആയി ഗവർണർ മടങ്ങി. പക്ഷേ പരസ്പരം വീണ്ടും മുഖത്ത് നോക്കിയിട്ടില്ല. ഗവർണർ ഇപ്പോൾ മടങ്ങുമ്പോഴും പരേഡിനിടയിലും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖം കൊടുത്തില്ല. വൈകിട്ട് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഗവർണറുടെ അഹങ്കാരത്തിന് മുന്നിൽ കേരളം തലകുനിക്കില്ല. കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്താനാണ് റിപ്പബ്ലിക് ദിന പ്രസംഗം ഉപയോഗിച്ചത്. രാജ്ഭവൻ പ്രവർത്തിക്കുന്നത് RSS നിർദ്ദേശപ്രകാരം എന്ന് സംശയിച്ചാൽ തെറ്റില്ലെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു. ഗവർണറുടെ സമീപനങ്ങളെ പാടെ മറന്നുകൊണ്ട് ഇടപഴകാൻ കഴിയില്ലെന്നും പി ശിവൻകുട്ടി വ്യക്തമാക്കി. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും സാധാരണയായി കാണാത്ത ഒരു കാര്യമാണ്. ഗവർണർ മുഖ്യമന്ത്രി പോര് അത് പരസ്യമായി ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ കാണുകയാണ്. പരസ്പരം മുഖം കൊടുക്കാതെ ഗൗനിക്കാതെ ഇരുവരും നിൽക്കുന്നു. അതിനുശേഷം പ്രസംഗത്തിലാകട്ടെ കേന്ദ്ര സർക്കാരിന് പുകഴ്ത്തൽ, നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഗവർണറുടെ പ്രസംഗം. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടാകുന്ന ചില ഇടപെടലുകളെ കുറിച്ചൊക്കെയുള്ള വിമർശനം, ഇത്തരം കാര്യങ്ങൾ, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം മുഖം കൊടുക്കാതെ അവസാനം വരെ ഗവർണർ മടങ്ങിപ്പോകുന്നത് വരെ ആ തരത്തിലേക്ക്. അങ്ങനെ ഒരു പോരിൻ്റെ പരസ്യ പ്രകടനമായി കൂടി നമ്മുടെ സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം മാറി എന്നല്ലേ വിലയിരുത്തേണ്ടത്? അനുജ, സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് മറനീക്കി പുറത്തു വന്നിട്ട് നാളുകളേറെയായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ അതൊരു റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ അത് വന്നെത്തി നിൽക്കുന്നു എന്നത് അങ്ങേയറ്റം മോശമായ ഒരു കാര്യമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം റിപ്പബ്ലിക് ദിനം പോലെ അത്രയും വലിയ മഹത്തരമായ ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൽ പോലും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേർ അവർ തമ്മിൽ അവരുടെ പരസ്പരമുള്ള ഈഗോ വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നോക്കാനോ ഒന്ന് അഭിവാദ്യം ചെയ്യാനോ പോലും തയ്യാറാവാത്ത കാഴ്ചയൊക്കെ കണ്ടു. അത് സർക്കാരും ഒപ്പം തന്നെ മന്ത്രി സർക്കാരും ഗവർണറുമൊക്കെ ഈ അടുത്തൊന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകില്ല എന്നതിൻ്റെ സൂചനയായി കൂടി വിലയിരുത്തേണ്ടതുണ്ട്. രാവിലെ 8:59 ഗവർണർ ഈ ചടങ്ങിനായി എത്തുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം ഈ ചടങ്ങിന് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തിയിരുന്നു. ഗവർണർ എത്തിയപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നു, പക്ഷേ മുഖത്തേക്ക് നോക്കിയില്ല. അതേസമയം ഗവർണർ ആവട്ടെ മുഖ്യമന്ത്രി നിൽക്കുന്ന ഇടതുവശത്തേക്ക് നോക്കാതെ നേരെ വലതുവശത്ത് ഈ പതാകക്കരികിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പതാക ഉയർത്തി പിന്നീട് സല്യൂട്ട് സ്വീകരിച്ചു. ഇപ്പോഴൊന്നും മുഖ്യമന്ത്രിയും ഇരുവരും തമ്മിൽ പരസ്പരം നോക്കാത്തൊരു കാഴ്ചയുണ്ടായിരുന്നു. അതിന് പിന്നാലെ പിന്നീട് ഈ പരേഡൊക്കെ സ്വീകരിച്ച് സല്യൂട്ടൊക്കെ സ്വീകരിച്ചതിന് ശേഷമുള്ള റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗം, ആ പ്രസംഗവും അതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു ഗവർണർ നടത്തിയത്. റിപ്പബ്ലിക് ദിന സന്ദേശത്തിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നിരവധി വാക്കുകളായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യയെ നിർമ്മിച്ചു, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയെ സ്മാർട്ടാക്കുകയാണ് എന്നതുൾപ്പെടെയുള്ളൊരു രാഷ്ട്രീയ പ്രസംഗം. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു ഈ പ്രസംഗം നടന്നത്. മാത്രമല്ല കൊച്ചി വാട്ടർ മെട്രോയും
ഒപ്പം വന്ദേ ഭാരതം ഉൾപ്പെടെ കേരളത്തിന് പരമാവധി സഹായം കേന്ദ്രം ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പരോക്ഷമായത് കേരള സർക്കാരിനെതിരായ വിമർശനം എന്ന നിലയിലല്ല പറഞ്ഞതെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമുണ്ട്. അത് ഈ അധികാരത്തിന് വേണ്ടിയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ, എതിർ വിയോജിപ്പുകളെ അടിച്ചൊതുക്കുന്നത് ശരിയല്ല എന്നതുൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങളും നടത്തിക്കൊണ്ടായിരുന്നു ഈ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രസംഗം അവസാനിപ്പിച്ച ശേഷം മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തിരുന്ന സീറ്റിലേക്ക് ഗവർണർ പോയെങ്കിലും മുഖത്ത് നോക്കിയില്ല. പിന്നീട് ഒരു 10 മിനിറ്റിലധികം ദേശഭക്തി ഗാനം മുഴങ്ങുന്ന സമയമായിരുന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനം മുഴങ്ങുമ്പോഴൊക്കെ മുഖ്യമന്ത്രി തൊട്ടടുത്തിരുന്ന മന്ത്രി വി ശിവൻകുട്ടിയുമായൊക്കെ കുശലം പറഞ്ഞു. അതേസമയം ഗവർണർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, മുഖ്യമന്ത്രി തിരിച്ചങ്ങോട്ടും നോക്കിയില്ല. അങ്ങനെ പരസ്പരം ഇരുവരും തമ്മിൽ ആ നിലയിൽ തന്നെ തുടരുകയായിരുന്നു. ആ 10 മിനിറ്റ് സമയവും അങ്ങനെ തന്നെ തുടർന്നു. അതിനുശേഷം ഗവർണർ സല്യൂട്ട് സ്വീകരിച്ച ശേശം മടങ്ങുന്നതിന് തൊട്ട് മുൻപ് ആ സദസ്സിലുണ്ടായിരുന്ന മറ്റെല്ലാവരെയും പോയി കാണുമ്പോഴും ആദ്യഘട്ടത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയുമായി ഒരു മുഖം പോലും കൊടുക്കാതെ ഒന്ന് കൈ പോലും കൂപ്പാതെ നേരെ പോവുകയായിരുന്നു. അതിനുശേഷം ബിനോയ് വിശ്വത്തിനോട് കുറച്ച് അല്പസമയം സംസാരിച്ചു. ആ സംസാരത്തിനിടയിൽ ആ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും താൻ തൊഴുതിട്ട് പോലും തിരിച്ചു തൊഴുതില്ല എന്നൊരു പരാതി പറയൽ പോലെയായിരുന്നു. അതിന് പിന്നാലെ തിരിച്ച് വന്നപ്പോൾ ഗവർണർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ മുഖത്ത് നോക്കാതെ കൈകൂപ്പുന്ന കാഴ്ച കണ്ടു. പക്ഷേ മുഖ്യമന്ത്രി ആ കൈകൂപ്പലിന് പോലും മറുപടി നൽകിയില്ല, മുഖത്ത് പോലും നോക്കിയില്ല. വി ശിവൻകുട്ടിയുമായി മറ്റ് സംസാരിക്കുന്നതിൻ്റെ തിരക്കായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഗവർണർ മടങ്ങുന്നതിന് തൊട്ട് മുൻപ് ബിനോയ് വിശ്വത്തോട് എന്തോ ഒരു വരി പറഞ്ഞു. അത് നേരത്തെ ഈ കൈകൂപ്പിയതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിലാണുള്ളത്. ആ നിലയിലായിരുന്നു ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരിപാടി അരങ്ങേറിയത്. 1 മണിക്കൂറിലധികം ആ വേദിയിലുണ്ടായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പമുണ്ടായിരുന്നു, ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പരസ്പരം മിണ്ടാതെ, ഒരു ചിരി പോലും കൊടുക്കാതെ, മുഖം പോലും കൊടുക്കാതെ ദിവസം. അതിനുശേഷം വിദ്യാർത്ഥികളെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു ഗവർണർ. ഇന്നലെ നമുക്കറിയാം നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിട്ട് പക്ഷേ CPIMന്റെ ഭാഗത്തു നിന്ന് മന്ത്രിമാരൊക്കെ ആണെങ്കിൽ പോലും ഗവർണറെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ കരുതലോടെയായിരുന്നു അവരുടെയൊക്കെ പ്രതികരണം. പക്ഷേ ഇന്നിപ്പോൾ ഇതാ മന്ത്രി വി ശിവൻകുട്ടി വിമർശിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിമർശനം ഗവർണർക്കെതിരെ നടത്തുന്നുണ്ട്. ഇന്നലത്തെ നയപ്രഖ്യാപനത്തിൽ ഇന്ന് അല്പസമയം മുൻപ് MV ഗോവിന്ദൻ വിമർശിക്കുന്നുണ്ട് ഗവർണറെ. ആ തരത്തിലേക്ക് ഒരു കരുതലോടെയുള്ളത് എന്ന് നമ്മൾ ഇന്നലെ കരുതിയെങ്കിൽ ഇന്നത്തെ പ്രതികരണങ്ങൾ വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടത്തെ രാജ്ഭവനിലെ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പങ്കെടുക്കുമോ? അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ നയപ്രഖ്യാപനത്തിന് ശേഷം വളരെ കരുതലോടെ അത് ഗവർണറെ കടന്നാക്രമിക്കേണ്ട എന്നൊരു തീരുമാനമായിരുന്നു CPIM സെക്രട്ടേറിയറ്റ് എടുത്തത്. പക്ഷേ ആ നിലയിലായിരുന്നില്ല. ഇന്നത്തെ സംഭവവികാസത്തിന് ശേഷം അത് അവർ തിരുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മന്ത്രി വി ശിവൻകുട്ടി വലിയ രൂക്ഷമായ ഭാഷയിൽ കേരളം ഗവർണറുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് നടത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറിയും ആ നിലയിലുള്ള വിമർശനം നടത്തിയതോടുകൂടി തന്നെ വീണ്ടും ഇവർ തമ്മിൽ ഈ കരുതലോടെയുള്ള വിമർശിക്കാതെയുള്ള നീക്കം എന്നത് മാറുന്നു. വീണ്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അറ്റ് ഹോം പരിപാടിയിൽ അല്ലെങ്കിൽ തന്നെ രാവിലെ നിശ്ചയിച്ചതിന് പ്രകാരമുള്ള മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂളിൽ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതിന് 6:30 വരെ കാത്തിരിക്കണം. പക്ഷേ മുൻ നിശ്ചയിച്ചത് പ്രകാരം ഒരറിയിപ്പും ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അത്തരത്തിലേക്ക് ഗവർണർ സർക്കാർ പോരിന്റെ ഒരു പരസ്യ പ്രകടന വേദി കൂടി ആയി മാറുകയായിരുന്നു ഇന്നത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങ് തലസ്ഥാനത്ത് നടന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് രാജ്ഭവനിൽ സൽക്കാരം നടക്കാനിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നതാണ് സലിം മാലിക് നൽകുന്ന വിവരം.